അപ്പാവോട് കച്ചേരി കേട്ടിട്ട് എത്ര വർഷം വെച്ച് ശരിക്കും അങ്ങോട്ട് സുഖിച്ചു ഇല്ലേ മോ? എന്താ ഷറഷ്, എന്താ ഷൺമുഖന്റെ ശരീരം? ആരും പാടിപ്പോവില്ലേ? ഞാൻ എല്ലാം മറന്നിട്ടെ. கச்சேரி முடிகிற வரைக்கும் நான் பிரார்த்திச்சேன், எல்லாம் மங்களமா முடியணுமே தானுமாலையத்தப்பான்னு. அது போய் கச்சேரி முடியறது வரைக்கும் அம்மா தாளம் பிடிச்சு ரசிக்கிறது நாயம் கண்ணால பார்த்தாச்சு. இந்த மாதிரி ஒரு கச்சேரிக்கு தான் உங்க அம்மாவை நான் முதல்ல பார்த்தேன். ஆமா, ஆரியங்காவில. കച്ചേരി ഏറ്റത് ശൂരമംഗലം രാമയ്യ. ഞാൻ ആ സമയത്ത് വരലേ, തണ്ണി പോട്ട് എങ്കോ പടുത്തിട്ട് കച്ചേരി കേൾക്കാൻ പോയ ആളാണ് ഞാൻ. കമ്മിറ്റിക്കാര് വന്ന് ഒരേ റിക്വസ്റ്റ്, മാനം കാക്കണം, നീങ്ക പാടണം. പെരിയ കൂട്ടം. ஆமாமா, ஒரு 5000 பேரா இருப்பா. ஆமா, பயந்துட்டேன். பாடும்போது முன்னில் யாரையும் பார்க்கல. ஆனா இடையிலே கச்சேரி முடியும் வரை 2 உண்ட கண் இப்படி திறந்துட்டே இருக்கு. அந்த கண்ணிலே பார்த்து மங்களம் வரைக்கும் பாடிட்டேன். அந்த உண்ட கண்ணு யாரு தெரியுமா? யாரு? ഈ രാമനവമി നൃത്തവും ഉത്സവമൊക്കെ ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. എന്നിട്ട് വേണം കുറച്ച് ദിവസം റെസ്റ്റ് ചെയ്യാൻ. എടാ ഫൂളെ, ഇതല്ലാതെ വേറെ എന്തൊക്കെ പണികളുണ്ടാ? നമ്മുടെ ഇന്ദുവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണം. നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ശ്രമിക്കണം. ആ വിവാഹം നടത്തി കൊടുക്കണം. അതൊരു ഗുരുദക്ഷിണയും കൂടിയാവും. നടന്നാ നല്ല കാര്യം തന്നെയാണ്. പിന്നെ അമ്മുവിന്റെ കാര്യം ഇന്നലെയും കൂടെ അപ്പാവും അമ്മാവും പറഞ്ഞു, ശ്രമിക്കാറായി ഇന്ന്. എടാ, നമുക്ക് അമ്മോട് കല്യാണം ജാം ജാം നടത്തണം. എനിക്ക് ഒറ്റ പെങ്ങളല്ലേ ഉള്ളൂ. തകർപ്പൻ സദ്യയും കച്ചേരിയൊക്കെ ആയിട്ട് പൊടി പൊടിക്കണം. നാളേക്ക് കാർത്താലം നേരത്തെ നീ മടത്തേക്ക് വന്നോടൂ. അമ്മുവിന്റെ കാര്യത്തിന് ഒരിടം വരെ പോകാനുണ്ട്. ഞാൻ നാളേക്ക് പിന്നെ ഞാനൊന്നും പറയണ്ട. വരാൻ പറഞ്ഞാ വരിക. കാലത്ത് 6 മണിക്ക് മഠത്തിൽ കാണണം. പുരിഞ്ചിതാ, നമാമി വിഘ്നേശ്വര പാദപങ്കജം. വിഘ്നേശ്വര, വെങ്കിടിയും ഞാനും കൂടെ ഒരു സംഗതിക്കായിട്ട് പോവാണ്. നല്ല കേസാണെന്ന് കേൾക്കുന്നു. ദയവുണ്ടായി അത് യഥാവത് രൂപത്തില് ഒന്ന് മുടക്കിത്തരാൻ കഴിവുണ്ടാവണം. എന്റെ അമ്മു മറ്റൊരാളുടേതായാല് ഇപ്പോ 2 തേങ്ങ ഉടയ്ക്കാം. ഈ കേസ് ക്യാൻസൽ ആക്കി തന്ന 2 തേങ്ങ കൂടി എക്സ്ട്രാ ആയിട്ട് ഉടയ്ക്കാം. വൈത്തി പാവാണ്, അമ്മും പാവാണ്. ഞങ്ങൾക്ക് വേറെ ആരുമില്ലേ, നീ മാത്രമേ ഉള്ളൂ. ഖജാനന പത്മാർക്കം, ഖജാനന ഖജാനന. ഇപ്പൊ ഒന്നുമേ ഓർമ്മ വരില്ലേ? പോയിട്ട് വന്നിട്ട് ഞാൻ ഫുള്ളായിട്ട് ചൊല്ലിക്കൊള്ളാം. ആരുമില്ലയോ? நீ சாஸ்திரிகள் போல வெங்கடேஸ்வரன் தானே? ஆமாம். உள்ளே வாங்க. உட்காருங்க. உட்காரு. അവർ എല്ലാരും 1/2 മണി നേരം മുന്നാടി വരെ ഇങ്ങ ഉட்கார்ந்தாங்க. നിങ്ങളെ കാത്ത് 10:30 മണി വരെ ഇരുന്നു. എന്നിട്ടും കാണാഞ്ഞപ്പോ പോയി. ഇനി എപ്പോഴാ വരിക? കോയമ്പത്തൂർക്ക് പോയിരിക്കാണ്. 2-3 നാള് കഴിയും. ഓ, ഞങ്ങള് വരാൻ കുറച്ച് വൈകി. സാരമില്ല, ഞങ്ങൾ ഇറങ്ങട്ടെ. ഉക്കാരങ്കോ, കാപ്പി സാപ്പിട്ട് പോവല. വേണ്ട, വക്കീല് വന്നാൽ ഞങ്ങൾ വന്നിരുന്നു പറഞ്ഞാൽ മതി. ശരി, പടാ. മുഹൂർത്തത്തിക്ക് ടൈം അയച്ചു. അണ്ണാ ഞാൻ വന്നിട്ടെ. വേഗം വന്നോടുന്ന വെങ്കടേ, ഒരു മിനിറ്റ്. പോയിട്ടോ. എന്നെ മനസ്സിലായോ? 10ാം ക്ലാസ് വരെ നിന്റെ കൂടെ പഠിച്ചിട്ട് പോർണ. ഈ താടിയില്ലാന്ന് സങ്കല്പിച്ച് നോക്ക്. ഗോപു, നൂല് ഗോപു. നീ ആളാകെ മാറിപ്പോലട നൂലെ. നീ മാറിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് കണ്ട ഉടനെ മനസ്സിലായി. ഗൾഫിൽ അങ്ങനെ ചെത്തി വിലസാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. നീ ഇപ്പോ കൽക്കട്ടയിലാ.
ഫോറിൻ കൊളാബറേഷൻ ഒരു കമ്പനിയിലെ ചെറിയൊരു ബിസിനസ് എക്സിക്യൂട്ടീവായി അങ്ങനെ കഴിയുന്നു. ബാ. ഇതിനിടയ്ക്ക് ഒരു തമാശ ഉണ്ടായി. പെണ്ണ് കെട്ടണമെന്ന് അപ്പ അമ്മ അക്ക എല്ലാവരും വളരെ കാലമായി നിർബന്ധിക്കണം. എന്നാ ശരി, കെട്ടിക്കളയാം ഞാനും കരുതി. നാട്ടിൽ വന്ന് പെണ്ണന്വേഷിച്ചു, കണ്ടു, എനിക്കിഷ്ടമായി. നല്ല സുന്ദരി കുട്ടി. എന്നിട്ട് ഉറപ്പിച്ചോ? അതല്ലേ അതിന്റെ ട്രാജഡി, അല്ല കോമഡി. പെൺകുട്ടി ഏതാന്ന് നിനക്ക് മനസ്സിലായോ? രുക്മിണി, വക്കീൽ ഹരിഹരയുടെ ഡോട്ടർ. സാക്ഷാൽ നിന്റെ രുക്കു. പേടിക്കണ്ടടാ, നിന്റെ സ്വകാര്യ സ്വത്താണെന്ന് അറിഞ്ഞ നിമിഷം നമ്മളിത് സലാം പറഞ്ഞു പിന്മാറി. അണ്ണേ ഉള്ളേ പോലാമ അണ്ണേ, ഉള്ളേ പോലാ. ആ, നീ പോയിട്ട് വാ, ഞാൻ ഇത്ര നേരം അകത്തായിരുന്നു. കാണാം. വാ. നമസ്കാരം അണ്ണേ. വണക്കം. അവനെ ഒന്ന് വിരട്ടി വിടണം. പോട്ടടാ, വിട്ടിട്. അപ്പഴേ അല്ലയ്യ, ഉങ്ങളെ പറ്റി അവൻ എന്തൊക്കെയാ പറഞ്ഞു നടക്കണം അറിയോ? சுப்பாமணி ஏண்ணே இப்போ தினம் தினம் கல்யாணாலோசனை யாருக்கு? யாருக்கு? அந்த பொண்ணு இல்லையா, அழகுராணி, அவளுக்கு. சரி, ஆலோசிக்கிறது யாருக்கும் தெரியுமா? ஆர்கோட்டு ராசா, அண்ணாமலை செட்டியார், நம்ம மருதமலை மாணிக்க முதலியார். எப்படி ഗൾഫ് പാർട്ടി താനേ, ചിന്ന ചിന്ന ഫാമിലിയൊന്നും പത്താത്. അത് പോട്ടും, ആ മഠത്തിലൊരു ഉണക്ക ചാത്രികളില്ലേ, വലിയ പണ്ഡിതനും ഭാഗവതരും ഒക്കെയാ. അയാൾക്കൊന്ന് ഉപദേശിച്ചൂടെ? കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ എന്ന്. ഒക്കെ കണക്ക് തന്നെ. ചവിട്ടിൽ നിന്നെ കൊന്നു കൊലവിളിക്കൂടാ പുല്ലേ. ശരിക്കുള്ള വെങ്കടിയെ നീ കണ്ടിട്ടില്ലടാ പട്ടി കഴിവറട മോനെ. അകത്തൊരു മംഗളകർമ്മം നടക്കുക, അല്ലെങ്കിലുണ്ടല്ലോ. ஐயே விடையா, அவன் நான் ஒன்னும் செய்யல. இங்க ஒண்ணும் இல்லம்மா, சும்மா விளையாட்டு. நீங்க உள்ள போமா, ஒண்ணும் இல்ல. கெட்டி மேடம் ஸ்டார்ட் பண்ணுங்க. அவசான தாலி கத்தல கத்தி தீரட்டும். இதுவரைக்கும் நரசுமலை யாரும் கை வைக்கல. இதுதான் முதல் வாட்டி. உண்ட சட்டியில குதிரோட்டம் நான். எல்லாரும் கேட்கத்தான் சொல்றேன். എല്ലാം കഴിഞ്ഞു നിലയ്ക്ക് വേണ്ട, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അവസരങ്ങൾ ഇനിയും ഉണ്ടാവും. വെങ്കടിയെ വിടമാട്ടെ. എന്റെ വെങ്കടി, നീ പറയണൊക്കെ ശരിയാ, സമ്മതിച്ചു. പക്ഷെ അപ്പുറത്ത് നരസുവാ, അതാലോചിക്കണ്ടേ? അവന് വല്ല അന്തം കുന്തുണ്ടോ? വെച്ചാ കുടുംബ ചെരച്ചാ മുട്ട. ഇതൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞതാ മാഷേ, മനസ്സിലാവണ്ടേ? സംഭവം നടന്നതേ സഭയുടെ മുറ്റത്ത് വെച്ച. തറവാടികൾ പലരും കണ്ടും കേട്ടും ചുറ്റും നിൽക്കുക. അതിനാലതാ എനക്കും ദേഷ്യം വന്നത്. അമ്മുവെ പറ്റി അപ്പാവെ പറ്റി അവൻ എന്നെല്ലാം ചൊന്നാന്ന് കേൾക്കണോ? വേണ്ട, വെകിടി രണ്ട് കൈയും കൂട്ടുമുട്ടിയാലേ ശബ്ദം ഉണ്ടാവൂ. ഇത്തരം സന്ദർഭങ്ങളിൽ മാനവും മര്യാദ ഉള്ളവർ ഒഴിഞ്ഞു മാറുക, അതാ ബുദ്ധി. പണത്തിന്റെ പൊളപ്പാ നരസുന്, അയാൾക്ക് എന്തും ചെയ്യാം, എന്തും പറയാം. അതുകൊണ്ട് അവനോട് എതിർപ്പുണ്ടായിട്ട് എന്താ ആരും ഒന്നും മറുത്തു പറയാത്തത്? നമ്മൾ സൂക്ഷിക്കുക, എന്നാ പിന്നെ ദുഃഖിക്കണ്ട. അപ്പാവും മാസ്റ്ററും சொல்றத കേൾടാ കണ്ണ. ഞങ്ങൾക്ക് നീയല്ലേ ഉള്ളൂ. രഘു, ഞങ്ങൾ വീട്ടിൽ ചെന്നിരുന്നു. അപ്പൊ നാണയമേ പറഞ്ഞ താങ്കളുടെ പോസ്റ്റ് ഓഫീസിലേക്ക് പോയുള്ളൂ. അടയാറിന്ന് ഡാൻസ് ടീച്ചർ കത്തുണ്ടായിരുന്നു, ഇനി വരേണ്ട ദിവസം അറിയിക്കാൻ. ഇതാണ് നിമിത്തം എന്ന് പറയുന്നത്, ശുഭലക്ഷണം. ഒഫീഷ്യലായിട്ട് വീട്ടിലൊന്ന് കാര്യമായിട്ട് പറയേണ്ട ഒരു വിഷയ. പിന്നെ രുക്കു ആയതുകൊണ്ടും ആവശ്യക്കാരൻ ഞങ്ങളായതുകൊണ്ടും വഴിയിൽ വെച്ചും പറയാം. എന്താ അത്ര കാര്യമായിട്ടുള്ളത്? ഉത്സവത്തിന് രുക്കുവിന്റെ ഒരു ഡാൻസ് വേണം. ഒരു വലിയ കാര്യം ഇപ്പിടിയാക്കി കൂടെ ചൊല്ലത് രുക്കു. അത് തന്നെയാണ് സംഭവം. ഇത്തവണത്തെ ഉത്സവം കേമമാക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. എഴുന്നള്ളത്തും ചെണ്ടയും മേളവും ഒക്കെ കഴിഞ്ഞാൽ കലാപരിപാടി എന്ന് പറയാൻ ഒന്നേ ഉള്ളൂ. അത് രുക്കുവിന്റെ ഡാൻസാ. അയ്യോ, അല്ല, സമയമുണ്ട്. പ്രാക്ടീസ് ഇപ്പോഴേ തുടങ്ങാലോ. ഉത്സവപ്പറമ്പിൽ ഭരതനാട്യം എന്നൊക്കെ പറയുമ്പോ ശരിയാവോ? അത് എന്റെ ഉത്സവപ്പറമ്പിൽ സർവാണി സദ്യയായിട്ടൊന്നും അല്ല, ഹാളില്ല. ആസ്വദിക്കാൻ അറിയാവുന്നവരും ക്ഷണിക്കപ്പെട്ടവരും മാത്രമേ ഉണ്ടാവൂ. എന്നാലും എന്നാലും ഇല്ല. പിന്നെ വെങ്കടിയുടെ സ്പെഷ്യൽ ഇൻട്രസ്റ്റും ഉണ്ട്. കൊട്ടുകാരും മേളക്കാരും ഇവിടുന്നാണെങ്കിൽ ഇവിടുന്ന്, അല്ല മുതലാശിന്നാണെങ്കിൽ അവിടുന്ന്. ഞങ്ങള് പണപ്പിരിവൊക്കെ തുടങ്ങി. എന്നാ പിന്നെ നിങ്ങൾ അങ്ങോട്ട് നടന്നോളൂ, ഞാൻ തൊട്ട് പിന്നാലെ ഉണ്ട്. ആൾട്ടറെ കാണണം, ഞങ്ങളിപ്പോ അങ്ങ് എത്തും.
എന്തോ വാടാ കട്ടുമ്പേ. വേണ്ട വെങ്കിടി, എന്ത് ഉത്സവത്തിന്റെ കൂടെ ഈ ഡാൻസ് നടത്താൻ നിങ്ങളും മുടക്കാൻ പിന്നൊരു കൂട്ടരും. മുടക്ക് ആര്? ആ നരസു. ഹ, അവന് ചെയ്യാനുള്ള അവൻ ചെയ്യട്ടെ. കയ്യും കെട്ടി നോക്കി വെക്കാന്ന് എന്നെ കിട്ടില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പിന്നെ ഞാൻ കല്യാണ മണ്ഡപത്തിൽ വെച്ച വേറെ സംഗതി അറിഞ്ഞത്. എന്ത്? ഞാൻ നമ്മുടെ ഗോപുവിനെ കണ്ടു. ഗോപു? ആ വലിയ കണ്ണുകളുള്ള താടി വെച്ച വെളുത്ത് മെലിഞ്ഞ് തന്നെ കല്യാണം ആലോചിച്ച. ഓ, ആ ഗോപു. 10ാം ക്ലാസ് വരെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാ. നമ്മ ക്ലോസ് ഫ്രണ്ട്. രുക്കു എന്താ ആലോചന വേണ്ടാന്ന് പറഞ്ഞത്? ആ സ്ഥാനത്ത് ഞാൻ ഒരാളെ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടെന്നെ. അത് വിഡ്ഢിത്തരായിപ്പോയി. ഗോപു നല്ലവനാ, സ്നേഹമുള്ളവനാ. അവനൊരു ഇന്റലിജന്റ് ലുക്ക് തന്നെ ഇല്ലേ? പെരിയ ഉദ്യോഗർക്ക്, പെരിയ തറവാട്. ശരിക്കും രുക്കുവിന് നന്നായിട്ട് ചേരുന്നത് അവനാ. അവൻ രുക്കുവിനെ പൊന്നു പോലെ നോക്കുകയും ചെയ്യും. ഇത് ചുമ്മാ ഒരലന്ന ഗൾഫ്. ലീവും കിട്ടൂല, ഒന്നിച്ച് താമസിക്കാനും പറ്റില്ല. ഒരുണക്ക ശാസ്ത്രികളുടെ മകനും. ഛേ, ഏയ് രുക്കു, എന്താ രുക്കുത്? ഞാൻ ചുമ്മാ ഒരു നേരം പോക്ക് വന്നല്ലവാ. ഇപ്പടിയാ നേരം പോക്ക് ചൊല്றது. ഒരുപാട് ഇഷ്ടമുള്ളവരെ ഒരു ചെറിയ മുള്ളുകൊണ്ട് ഇങ്ങനെ കുത്തി 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 വേദനിപ്പിക്കുന്ന ഒരു രസമല്ലേ? രസത്തിന് പോലും ഇങ്ങനെയൊന്നും പറയരുത്, എനിക്ക് സഹിക്കില്ല. ഏയ്